ഇപ്പൊ രവിശാസ്ത്രിയെ തിരിച്ചു വിളിക്കൂ എന്ന് പറയുന്നത് പോലും ഗംഭീറിനെതിരെയുള്ള ഒരു പ്രസ്താവനയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കളി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 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 സംഭവം കണ്ടിരുന്നു. ആളുകൾ ഗംഭീറിനോട് ഗോ ബാക്ക് എന്ന് പറയുന്നു. ആ സമയത്ത് ഗംഭീറിന്റെ മുഖഭാവം സിറാജൊക്കെ വന്നിട്ട് അങ്ങനെ പറയരുത് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതില് പിന്നെ നേരത്തെ ആരിസ് പറഞ്ഞതുപോലെ ഈ ട്രാൻസിഷൻ എന്നുള്ള വാക്ക് തന്നെ ഏറ്റവും എന്താ പറയാ ഒരു ന്യായീകരണത്തിന് വേണ്ടി ഈ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ത്യൻ ടീമിനെയും സൗത്ത് ആഫ്രിക്കൻ ടീമിനെയും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ താരങ്ങൾക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവ സമ്പത്ത്. സൗത്ത് ആഫ്രിക്കയിൽ ഒരു ഒന്നോ രണ്ടോ കളിക്കാരൊക്കെ ആയിട്ട് ഇപ്പൊ ടെമ്പ ബാവുമ, പക്ഷെ ടെമ്പ ബാവുമക്ക് മുമ്പേ ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയത് ആരാണ്? പിന്നെ നമ്മുടെ KL രാഹുൽ. എനിക്ക് ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ക്യൂരിയസ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം എന്നുള്ളത് KL രാഹുൽ എന്ന താരത്തിന്റെ ബാറ്റിങ്ങും അദ്ദേഹത്തിന്റെ ഈ ടീമിലെ പൊസിഷനുമാണ്. കാരണം അദ്ദേഹം ഈ ടീമിലെ ഏറ്റവും സീനിയർ പ്ലെയർ ആണ്. അതായത് അത്രയും ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഒരു മനുഷ്യനാണ്. പക്ഷേ എന്നിട്ട് ഇപ്പോഴും അദ്ദേഹം അറിയപ്പെടുന്ന ലേബൽ ചെയ്യപ്പെടുന്നത് യുവതാരം എന്നുള്ള ലേബലിലാണ്. അതായത് ഈ ടീമിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ടീമിൽ പിന്നെ സീനിയോറിറ്റി എന്നുള്ള നിലക്ക് KL രാഹുൽ കുറച്ചുകൂടി സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്റ്റാൻഡിൻ പിന്നെ അനുഭവ സമ്പത്തിന്റെ ഒരു സംഭവമായിട്ട് അദ്ദേഹം കളിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം പോലും ഇപ്പോൾ യുവതാരം എന്നുള്ള ലേബലിലാണ്. ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് KL രാഹുൽ, അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജ, ഋഷഭ് പന്ത്, ഇവരൊക്കെ ട്രാൻസിഷൻ പീരീഡിലാണ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പറ്റാത്തൊരു വാക്കാണ്. ട്രാൻസിഷൻ പീരീഡിലുള്ള ആൾക്കാർ ആരാണ് സെലക്ട് ചെയ്യുന്നത്? ഇവിടെ ഓൾറെഡി മുഹമ്മദ് ഷമി അവൈലബിൾ ആണ്, പക്ഷെ അദ്ദേഹത്തെ ഈ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല. അദ്ദേഹം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ മറ്റു പലരും ഉണ്ട്. പലരെയും ഇപ്പം അജിങ്ക്യ രഹാനൊന്നും വിരമിച്ചിട്ടുള്ള താരമൊന്നുമല്ല. ഈ ഇന്ത്യൻ മധ്യനിര തകർന്ന സമയത്ത് തീർച്ചയായിട്ടും അവരെ പരിഗണിക്കാവുന്ന താരങ്ങൾ തന്നെയാണ്. ട്രാൻസിഷൻ പീരീഡിലാണെങ്കിൽ ഇങ്ങനെ പരീക്ഷണം നടത്തിയിട്ടാണോ ട്രാൻസിഷൻ പീരീഡ് സെറ്റ് ചെയ്യേണ്ടത്? ഇതിൽ നിതീഷ് കുമാർ റെഡ്ഡി എന്ന താരം, അദ്ദേഹത്തിന് എന്താണ് ഈ ടെസ്റ്റ് ടീമിൽ കളിക്കാനുള്ള യോഗ്യത എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.